ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ ഹിപ്നോസിസിൽ പല പ്രാവശ്യം പോകുന്നുണ്ട്. Why do you say that subconscious mind is the one who's running the show? അമ്മയുടെ വൂമ്പ് മുതലുള്ള ഡാറ്റ ലൈക്ക് 7th മന്ത് മുതൽ വിഷ്വൽ സഹിതമുള്ള ഡാറ്റ നമ്മുടെ ബ്രെയിനിലുണ്ട് ഇൻ യു സബ് കോൺഷ്യസ് ആൻഡ് എവറിത്തിങ് എഫക്ട്സ്. ഒരു കുഞ്ഞ് കരയുന്നത് പോലും ഹീസ് ട്രൈങ് ടു മിറർ സംബഡി അറൗണ്ട് യു. അച്ഛൻ അബ്യൂസീവായിട്ട് നാർസിസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആ സ്പേസിൽ അമ്മ സബ്മിസീവായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ കുട്ടി എത്ര നാസയുടെ സയൻറ്റിസ്റ്റ് ആയാൽ പോലും ഹസ്ബൻഡ് കയ്യൂങ്ങി മിണ്ടാണ്ടിരിക്കും. ബിക്കോസ് ബ്രെയിനിൻ്റെ ഡൈനമിക്കാണ്. ഇറ്റ് കെൻ ഓൺലി വർക്ക് ഇൻ ഫെമിലിയർ ഫീൽഡ്. എനിക്ക് എന്താണോ അറിയുന്നത് അത് ഞാൻ 100 വയസ്സ് വരെ റിപ്ലിക്കേറ്റ് ചെയ്യും. സോ ഹീ ഹാഡ് അഡിക്ഷൻ, പോൺ അഡിക്ഷൻ. And then to the extent he went on to keep a camera in his apartment washroom. He's a child mirroring dysfunction. So when we go very close to the case, we understand that അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നം അഡിക്ഷൻ ഉണ്ടോ, ഇറ്റ്സ് എ ഫാമിലി പ്രോബ്ലം. ഓവർ ദ പീരീഡ് ഓഫ് ടൈം അതിങ്ങനെ ബൂമറാങ് പോലെ 1, 2, 3, 4 years. What happens? The partner is used to the idea of an addict husband or an addict wife. ഞാൻ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചില്ല എൻ്റെ കുഞ്ഞ് ഹെൽത്തി ആവാൻ. ഞാൻ ഓക്കെ, അപ്പം എന്തിനാ പ്രാർത്ഥിച്ചേ? ആ കുട്ടി ഫെയർ ആവാൻ. ഞാൻ നിറം കുറഞ്ഞത് അച്ഛൻ കാരനാണ്. അച്ഛനപ്പം ഭയങ്കര കുറവുള്ള മനുഷ്യനാണ്. ബോസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ചെയ്ത് ഔട്ട് ഓഫ് ലോയൽറ്റി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഉള്ളിൽ ഭയങ്കര ദേഷ്യം അക്യുമുലേഷൻ. ഒരിക്കലും ഔത്തോക്കി പറയില്ല താൻ ചെയ്യുന്നത് ശരിയല്ല എന്ന്. ദേ വിൽ ഹാവ് ഡിപ്രഷൻ ഓഫ് എവറി സോർട്ട്. രോഗങ്ങൾ മാത്രമല്ല, ഫിസിക്കലും ഇമോഷണലി ഭയങ്കര ഡൗൺ ആവും. ഇവരായിരിക്കും ഭയങ്കരമായിട്ട് ഗിവ് അപ്പ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കാം. ഇതിനെ ഫിക്സ് ചെയ്യാനും നമുക്ക് ഹിപ്നോതെറാപ്പിനെ യൂസ് ചെയ്യാൻ പറ്റുമോ? ആസ് എൻ ഒരു കുട്ടിയുടെ ഫാദർ മരിച്ചപ്പോൾ ലാസ്റ്റ് നിമിഷത്തിൽ ആ കുട്ടിക്ക് എത്താൻ സാധിച്ചില്ല. പക്ഷെ അത് ഭയങ്കര ഗിൽറ്റാ കുട്ടിക്ക്. ഹലോ, വെൽക്കം ടു യു ഇൻ യു മൈൻഡ്ഫുൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹിപ്നോതെറാപ്പിയെ കുറിച്ചാണ്. നമ്മൾ പെട്ടെന്ന് ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ ഹിപ്നോസിസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കിങ്ങനെ ആരെങ്കിലും ഒരു സാധനം കാണിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഉറങ്ങുകയാണ് എന്ന് പറയുന്നു. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക. ഇങ്ങനെയൊക്കെയാണ് മേ ബി സിനിമകളോ മീഡിയയോ ഒക്കെ നമുക്ക് മുന്നിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഞാനൊക്കെ സൈക്കോളജിയുടെ ഭാഗമായി പഠിച്ചിട്ടുള്ളതാണ് ഹിപ്നോതെറാപ്പി ആൻഡ് ഹിപ്നോസിസ്. ഇത് നമ്മുടെ ബ്ലോക്സ് മാറ്റാനും നമ്മുടെ പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാനും നമ്മുടെ ലിമിറ്റഡ് ബിലീഫിനെ മാറ്റാനും ഹീൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോവാണ്. എൻ്റെ കൂടെയുള്ളത് ലൈഫ് കോച്ചും ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റുമായിട്ടുള്ള റോസ്മിൻ ജോസഫാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഫാര. നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്ന വിഷ്വൽ ഹിപ്നോതെറാപ്പിയുടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് നോക്കാനോ അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക് നോക്കാനോ പറയുക നമ്മളിങ്ങനെ മയങ്ങിപ്പോകുന്നതോ ഉറങ്ങിപ്പോകുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. ശരിക്കും ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുക? ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ഒരു തെറപ്പി മൊഡാലിറ്റിയാണ്. ലൈക്ക് നമ്മൾ സാധാരണ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്ന പോലെ അവർ ഉപയോഗിക്കുന്ന ഒരു മൊഡാലിറ്റി ടൂൾ മാത്രമാണ്. ഇനി ഹൗ ഡസ് ദിസ് ബിക്കം ഡിഫറെൻറ്റ്? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഒരു പോയിന്റിൽ നോക്കിയിട്ട് അൺകോൺഷ്യസ് ആവുക, അത്രയും ഡീപ്പിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ ഹിപ്നോസിസിൽ പല പ്രാവശ്യം പോകുന്നുണ്ട്. കാലത്ത് എണീക്കാൻ മുമ്പ് നമ്മൾ കണ്ണടച്ച് കിടക്കുമ്പോൾ ആണെങ്കിൽ അമ്മ അവിടെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ മിക്സി ഓൺ ആക്കുമ്പോൾ ഫാൻ ഓഫ് ആക്കുമ്പോൾ നമുക്ക് കേൾക്കാം അല്ലേ, അല്ലെങ്കിൽ പുറത്തൊരു ബേർഡ് ഹം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം. യുവർ ഇൻ ഹിപ്നോസിസ്. ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു 10 minutes മുമ്പ് നമുക്കൊരു മയക്കത്തേക്ക് പോകുന്നില്ലേ, എന്നാൽ ഇവിടെ ഇപ്പുറത്തിരിക്കുന്ന ആൾ സ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം, കുട്ടികൾ കരയുന്നുണ്ടെങ്കിൽ കേൾക്കാം. യുവർ ഇൻ ഹിപ്നോസിസ്. ഒന്നും വേണ്ട, നമ്മൾ എപ്പോഴൊക്കെ ഓട്ടോ പൈലറ്റ് മോഡ് പോകുന്നു. ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഭയങ്കര ഒരു ത്രില്ലർ കാണുക, യുവർ ഇൻ ഹിപ്നോസിസ്. ഭയങ്കര കാര്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ ഒന്നും വേണ്ട, ChatGPT-യിലിട്ട് എന്താ ഗ്ലൂട്ടോത്തയാൻ എന്നൊക്കെ പറഞ്ഞ് റിസർച്ച് ചെയ്യുമ്പോൾ യുവർ ഇൻ ഹിപ്നോസിസ്. അത്ര ഓർഗാനിക്കലി ഒരു മനുഷ്യൻ്റെ ലൈഫിൽ എപ്പോഴും പോകുന്നൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാത്രമാണ്. പക്ഷേ ഐ തിങ്ക് പ്രോബബ്ലി പീപ്പിൾ ഹാവ് ദിസ് മിസ്കൺസെപ്ഷൻ. താൻ പറഞ്ഞ പോലെ ഒരു ക്ലോസ് സെറ്റപ്പിൽ ഒരു ലൈറ്റിൻ്റെ ബീമിൻ്റെ അണ്ടറിൽ, ദാറ്റ്സ് എ മിസ്കൺസെപ്ഷൻ പീപ്പിൾ ഹാവ്. അതൊരു ഹിപ്നോട്ടിസം സ്പേസാണ്, ഹിപ്നോസിസ് സ്പേസ് അല്ല. ദിസ് ഇസ് പ്യോർലി ഫോർ നമ്മളെക്കുറിച്ച് തിരിച്ചറിയാൻ കുറച്ചും കൂടി ഒരു സേഫ് പ്ലേസ്. അത്ര. എങ്ങനെയാണ് ഇതിനെ ക്ലിനിക്കൽ തെറാപ്പിസ്റ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീപ്പർ ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുക?
ആസ് ഇൻ നിങ്ങൾ വേർഡ്സ് ആണോ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷനെ സസ്റ്റെയിൻ ചെയ്യാനും ഡീപ്പർ ആക്കാനും എന്താണ് യൂസ് ചെയ്യുക? ഒരു സ്ക്രിപ്റ്റാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുക. ഓക്കെ. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ സ്ക്രിപ്റ്റ്. അതായത് നമ്മൾ മെഡിറ്റേഷൻ, സാധാരണ ഒരാളെ മെഡിറ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ബോഡിയിൽ ഓരോ പോയിന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറയും. കാലുമ്മ ഫോക്കസ് ചെയ്യൂ, ആങ്കിളിൽ ഫോക്കസ് ചെയ്യൂ, മുട്ടിൽ ഫോക്കസ് ചെയ്യൂ. അങ്ങനെ തല വരെ എത്തുമ്പോഴേക്കും നമ്മുടെ ബോഡിയിലായിരിക്കും നമ്മുടെ ടെൻഷൻ മുഴുവൻ. ആ അറ്റൻഷൻ ആണ് ഹിപ്നോസിസ്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് കണ്ണുകൾ അടപ്പിച്ച് കുറച്ചൊരു ക്ലോസ് സെറ്റപ്പിലാകുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് റിലാക്സ്ഡ് ആവും. ആ റിലാക്സ് സ്പേസിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പതുക്കെ ഒന്ന് ഷട്ട് ഡൗൺ ആവും. അതായത് കോൺഷ്യസ് മൈൻഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് ലോജിക്കൽ മൈൻഡ്. അതായത് ഇന്ന് ഞാൻ ഏത് ഡ്രസ്സ് ഇടണം, ഞാൻ ഇരിക്കുന്ന ഈ സ്പേസ് ഞാൻ കംഫർട്ടബിൾ ആണോ, ഫറ എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, ഇതൊക്കെ ഷട്ട് ഡൗൺ ആവും. ആൻഡ് ദെൻ പതുക്കെ നമ്മുടെ സബ് കോൺഷ്യസ് സ്പേസ് ഓപ്പൺ ആവും, നമ്മുടെ ഫീലിംഗ് ബ്രെയിൻ ഓപ്പൺ ആവും. അവിടെയാണ് നമ്മുടെ പാറ്റേൺസ്, നമ്മുടെ സബ് കോൺഷ്യസ് ബിലീഫ്സ്, നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന നമ്മുടെ ഇമോഷൻസ് മുഴുവൻ, നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റ് അവിടെയാണ്. അത് പതുക്കെ നമ്മുടെ ഈ അനലിറ്റിക്കൽ ബ്രെയിൻ ഒന്ന് ഷട്ട് ഡൗൺ ആകുമ്പോൾ ഓപ്പൺ ആവും. ദെൻ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, പണ്ടാറ ബോക്സ്. എല്ലാം നമ്മൾ കടന്നു പോകുന്ന ഉത്തരം അവിടെ ഉണ്ട്. നമ്മുടെ ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സാധനമാണെന്നും സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ സ്പേസ് ആണ് എന്നൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. എന്നാലും എക്സാക്ട്ലി എന്താണ് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും? വൈ ഡു യു സേ ദറ്റ് സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് ദ വൺ ഹൂസ് റണ്ണിങ് ദ ഷോ? ഒരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ഇപ്പം വെരി കോമൺ എക്സാമ്പിൾ, സിഗരറ്റ് അഡിക്ഷൻ അല്ലേ. ഇപ്പം സംബഡി ഹൂ smokes 4 to 6 to 8 cigarettes a day is a chain smoker അല്ലേ. പക്ഷെ ഓവർ ദ പീരിയഡ് ഓഫ് ടൈം അതിൻ്റെ എഫക്റ്റ് ബോഡിയിൽ കാണിച്ചു തുടങ്ങും, റിലേഷൻഷിപ്പിൽ കാണിച്ചു തുടങ്ങും, എല്ലാ ഡൈനമിക്സിലത്തെ എഫക്റ്റ് ആവും. അപ്പോഴായിരിക്കും അവർക്ക് ബോധം വരുന്നത് ഐ ആം ഡിപ്പെൻഡഡ് ഓൺ ഇറ്റ് അല്ലേ. അപ്പോൾ ഹീൽത്ത് ഓക്കെ ഫൈൻ, ഇന്ന് മുതൽ ഞാൻ സ്മോക്ക് ചെയ്യുന്നില്ല. പറ്റാറുണ്ടോ? ഇല്ല, പറ്റുന്നില്ല. പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഈസ് ഓൺലി 10 to 12% of the entire brain. Rest 88 to 90 is your subconscious and unconscious. അപ്പം ഈ സബ് കോൺഷ്യസിലാണ് ആ ഡ്രൈവ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യമായിട്ട് അദ്ദേഹം സ്മോക്ക് ചെയ്യാൻ പ്രേരിതനാവുന്ന ചിലപ്പോൾ വർക്ക് പ്രഷർ അല്ലെങ്കിൽ പിയർ പ്രഷറൊക്കെ ആയിരിക്കും. അറ്റ് സം പോയിന്റ് ഹി ഹാഡ് സ്ട്രെസ് എന്ന് വിചാരിക്കാം. അപ്പം എന്താ അവിടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സ്മോക്ക് ചെയ്യാന്നുണ്ടായിരുന്നു. ഹി ടുക്ക് ദറ്റ് വൺ പഫ്, ഒരു റിലീഫ് കിട്ടി, അവിടെ റിവാർഡ് കിട്ടി അദ്ദേഹത്തിന്. നൗ എന്താ ബോഡി ഓട്ടോമാറ്റിക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, എനിക്ക് സ്ട്രെസ് ഉണ്ട്, ഞാൻ സ്മോക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ റിലീഫ് കിട്ടത്തുള്ളൂ. ഈ ലൂപ്പ് സബ് കോൺഷ്യസിൽ നിന്നാണ് വരുന്നത്, കോൺഷ്യസ് മൈൻഡിൽ നിന്നല്ല വരുന്നത്. ഓട്ടോ പൈലറ്റ് that I was talking about, that everybody people goes to വണ്ടി ഓടിക്കുന്ന കണ്ണടച്ച് ഓടിക്കുന്ന പോലെ തന്നെ സ്ട്രെസ് വന്നാൽ now I need that smoke. And that is not coming from my conscious mind, that is coming from my subconscious. അപ്പോൾ അവിടെ ആ സാധനത്തിന് ഞാൻ കട്ട് ചെയ്യണം. Now, why am I smoking മുന്ന്, why am I അപ്പോൾ അതിൻ്റെ ഉത്തരം ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കും അല്ലേ. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല? Why can't I sit with it? There is where therapy comes to picture. So to sum up, conscious is only 10 to 12, which we are trying to live our life with. Subconscious is a storage unit of all our data. അമ്മയുടെ വൂമ്പ് മുതലുള്ള ഡാറ്റ, ലൈക്ക് 7th month മുതൽ വിഷ്വൽ സഹിതമുള്ള ഡാറ്റ നമ്മുടെ ബ്രെയിനിലുണ്ട്, ഇൻ യുവർ സബ് കോൺഷ്യസ്. ആൻഡ് എവറിത്തിങ് എഫക്ട്സ് യു ഓൺ ദ ഗോ സംഹ. അപ്പം അത് തിരിച്ചറിഞ്ഞ് മാറ്റം വന്നാൽ മാത്രമേ നാളെ ആൾക്ക് സ്മോക്ക് എടുക്കാൻ ടെൻഡൻസി വരുമ്പോൾ സ്മോക്കും കാണും, പക്ഷെ he'll be able to keep it down. ഇപ്പൊ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, അതായത് നമ്മൾ അമ്മയുടെ വൂമ്പിൽ ഉണ്ടാവണ സമയം തൊട്ടുള്ള ഡാറ്റാസ് സേവ്ഡ് ആണ്, നമുക്കിത് അറിയൂല. ബട്ട് നമ്മൾ ഇത് കുറച്ച് വലുതാവണു, നമുക്ക് വേറെ എക്സ്പീരിയൻസസ് ഉണ്ടാവണു. ആ എക്സ്പീരിയൻസസ് ഉണ്ടാവുമ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ഉണ്ടായിരുന്ന ഡാറ്റയും ഇതും തമ്മിൽ എങ്ങനെയാണ് കോറിലേറ്റ് ആവുക എനിക്കുണ്ടാവണ എക്സ്പീരിയൻസുമായിട്ട്? ആൻഡ് ഇതിനെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക? ജസ്റ്റ് ടു ഗീവ് യു ഇൻഫർമേഷൻ സേക്ക്, ഇത് എക്സാക്ട്ലി ഇങ്ങനെയാണെന്നല്ല, റിസർച്ചേഴ്സ് ആർ ഗോയിങ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ ഇറ്റ്. But for now to understand from a very layman point, how is my subconscious and a conscious mind affect ചെയ്യുന്നത്?
ഒരു കുഞ്ഞ് ജനിക്കുന്ന 0 to 8 ജനിച്ച അമ്മയുടെ വയറിൽ കൺസീവ് ആയി തുടങ്ങി ആൻഡ് ദെൻ ഹീസ് പ്രോഗ്രസിങ്. 7-ാം മാസം മുതൽ 8 വയസ്സ് വരെ എന്തൊക്കെ സംഭവിക്കുന്നു. 7-ാം മാസം മുതൽ 8 വയസ്സ് വരെ. എക്സാക്ട്ലി. ലെറ്റ്സ് പുട്ട് ഇറ്റ് ലൈക്ക് 0 to 8 years. Okay, That's okay. more precise. Yeah. Okay, കാരണം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലാണ് അതിന് പ്രിസൈസ് ആയിട്ടൊരു മൈൻഡും ബോഡിയും ഉണ്ടാവുക. സോ ലെറ്റ്സ് പുട്ട് ലൈക്ക് 0 to 8 years. എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കേൾക്കുന്നു, എന്തൊക്കെ അത് മനസ്സിലാക്കുന്നു, അത് മുഴുവൻ സ്പോഞ്ച് പോലെ ഉപയോഗിക്കും. എവ്രിതിങ്. എവ്രി സിംഗിൾ തിങ്. സോ നമ്മൾ വിചാരിക്കും ഒരു കുഞ്ഞ് കരയുന്നത് പോലും ഹീസ് ട്രൈങ് ടു മിറർ സംബഡി അറൗണ്ട് യു. അതിന് അതിൻ്റേതായൊരു പെർസെപ്ഷൻ 8 വയസ്സ് വരെ ഇല്ല. വെരി ലിറ്റിൽ ഉണ്ടാവും, വെരി ലിറ്റിൽ. ഇറ്റ് ഇസ് ഡെവലപ്പിംഗ് ആസ് ദ ഏജ് ഗ്രൂപ്പ് ആയി. അപ്പോൾ ഇതൊക്കെ സ്റ്റോർ ആക്കുന്നത് ഒരു ഫയൽ സിസ്റ്റമാണ്. എമിഗ്ലിഡ എന്ന് പറയുന്ന ബ്രെയിൻ ഒരു സിസ്റ്റം, ഒരു ഭാഗത്ത് എല്ലാ ഇമോഷനും എല്ലാ സ്റ്റോറി ബൈ സ്റ്റോറി ഫയലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടിയുടെ 8 വയസ്സ് വരെ. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ കുഞ്ഞ് കരയുന്നതും വിഷമിക്കുന്നതും രോഗം വരുന്നതും ഒക്കെ ആ കുട്ടിയുടെ പ്രശ്നമാണ്. അല്ല, മോസ്റ്റ് ഓഫ് ദ ടൈം ചൈൽഡ് ഇസ് ഗോയിങ് ടു റിഫ്ലക്ട് വാട്ട് ഈസ് മിസ്സിങ് ഇൻ ദ സിസ്റ്റം. അപ്പം ആ കുഞ്ഞ് പലപ്പോഴും അമ്മേനെയോ അച്ഛനെയോ ആയിരിക്കും മിറർ ചെയ്യുക 8 വയസ്സ് വരെ. അപ്പം എന്തൊക്കെ ഇപ്പം അച്ഛൻ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അമ്മ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അച്ഛൻ അമ്മയോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അമ്മ അച്ഛനോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അച്ഛൻ ആ പ്രായത്തിൽ സക്സസ്ഫുള്ളാണ്, പക്ഷെ അച്ഛന് പേടി കുറേ ഉണ്ടെന്ന് ആ കുട്ടി പെർസീവ് ചെയ്ത് ഈ കുട്ടി 8 വയസ്സ് കഴിഞ്ഞ് സ്വയം ലൈഫ് ജീവിക്കുമ്പോൾ ആ കുട്ടിക്ക് സക്സസ്സിന് ഫിയർഫുൾ ആയിരിക്കും. അച്ഛൻ ഭയങ്കര അബ്യൂസീവാണ്, അമ്മ അത് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയും പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും റിലേഷൻഷിപ്പിൽ എല്ലാ അബ്യൂസും സഹിക്കും. You don't have to have any kind of intelligence. Your mother might be a very successful person. Let's say വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരു സ്ത്രീ, IAS ഓഫീസർ പോലെ ആയിരിക്കാം, ബട്ട് അച്ഛൻ അബ്യൂസീവായിട്ട് നാർസിസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആ സ്പേസിൽ അമ്മ സബ്മിസീവായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ കുട്ടി എത്ര നാസയുടെ സയൻറ്റിസ്റ്റ് ആയാൽ പോലും ഹസ്ബൻഡ് കയ്യൂങ്ങി മിണ്ടാണ്ടിരിക്കും. ബിക്കോസ് ദിസ് ഇസ് വാട്ട് ഷീ ഈസ് ഇൻ ദ സിസ്റ്റം. സോ ഹൗ ഡു യു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്? നൗ ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഒരു കേസിൽ വെച്ച് തന്നെ നമുക്ക് പറയാൻ തോന്നുന്നു എക്സാമ്പിൾ. ഈ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ തിരിച്ചറിയാണ് ഐ ആം ഫോളോയിങ് മൈ മദർ. യൂഷ്വലി എവ്രിവൺ ഹാസ് ദിസ് ഫീലിംഗ് അല്ലേ? എല്ലാവർക്കും തോന്നാറുണ്ട് ഞാൻ ഒരു പോയിന്റിൽ എൻ്റെ അമ്മ ആണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ്, അവരെ പോലെ തന്നെ ഞാൻ ബിഹേവ് ചെയ്യണു, അവരെ പോലെ തന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്യണു എന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നാത്തവരാരെങ്കിലും ഉണ്ടാവും എന്ന്. ഒരിക്കലും ഉണ്ടാവില്ല. ബിക്കോസ് അഗൈൻ ഇപ്പം മദർഹുഡിലായിരിക്കുന്നു. ഇപ്പോൾ ഫറ ഒരു മദർ അല്ലേ, വേർ ആർ യു പ്ലഗിങ് യുവർ മദർ ഫയൽ ടു യുവർ മദേഴ്സ്? യെസ്. അപ്പോൾ യു വിൽ ബിക്കം യുവർ മദർ. താൻ ചെറുപ്പത്തിൽ 0 to 8 years കണ്ട അമ്മേനെ താൻ റിപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. ബിക്കോസ് ബ്രെയിനിൻ്റെ ഡൈനമിക് ആണ്. ഇറ്റ് കെൻ ഓൺലി വർക്ക് ഇൻ ഫെമിലിയർ ഫീൽഡ്. എനിക്ക് എന്താണോ അറിയുന്നത് അത് ഞാൻ 100 വയസ്സ് വരെ റിപ്ലിക്കേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് മോൾഡബിൾ അണ്ടിൽ ലെറ്റ്സ് സേ ഒരു 15-14 അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒരു 18. അത് കഴിഞ്ഞ് തെറപ്പി എടുക്കേണ്ടി വരും. So when kids come to me who are less than let's say 18-17, I understand ഇപ്പം എത്ര വലിയ അഡിക്ഷൻ ആണെങ്കിൽ പോലും they are just mirroring some dysfunction in the system. It is not them, it is the parents who needs therapy. അപ്പോൾ who have worked with me know very clearly കുട്ടികളൂടെ ഞാൻ വർക്ക് ചെയ്താലും I make sure I give them 2-3 counseling session with the parents because they are just taking the burden of what they are seeing. ഒരു കുഞ്ഞുങ്ങളാ, ദേ ഡോണ്ട് ഹാവ് ഐഡൻറ്റിറ്റി ഓഫ് ദെംസെൽഫ്. ഒരു പോയിന്റ് എത്തി കഴിഞ്ഞിട്ട് പറന്ന് പൊങ്ങുള്ളൂ അല്ലേ. സോ എന്ത് തരം രോഗങ്ങളാവട്ടെ, ലൈക്ക് ദർ വാസ് വൺ കേസ് വെരി പേരൻസ് വർ ഗോയിങ് ത്രൂ ഡിവോഴ്സ്. സോ he had addiction, porn addiction, and then to the extent he went on to keep a camera in his apartment washroom. Oh my God. അപ്പോൾ അത് ഭയങ്കര ഇഷ്യൂ ആയി, പിടിച്ചു, സ്കൂളിലും പ്രിൻസിപ്പൽ സ്കൂളിൽ നിന്ന് പുറത്താക്കി. All of that was going on. But everybody is considering 17 വയസ്സ് he's not an adult. He's a child. He's a child mirroring dysfunction. So when we go very close to the case, we understand that അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്ന അച്ഛൻ പോൺ കണ്ടിട്ടാ. And later he was found with അത് ഈ കുട്ടിക്ക് അറിയാമോ? I mean consciously he knows. അപ്പോൾ സബ് കോൺഷ്യസ്ലി വാട്ട് ഹീസ് അപ്പം അമ്മയുടെ കൂടെ നിൽക്കും, അച്ഛനും
അച്ഛൻ ഇങ്ങനെ തെറ്റ് ചെയ്തു, അച്ഛൻ ഹാസ് എ ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പ്. പക്ഷെ ഒരു കുഞ്ഞിന് എന്ന് അച്ഛനും വേണം അമ്മയും വേണം, എത്ര വലുതായാലും. അപ്പോൾ പുറമെ കോൺഷ്യസ്ലി ഹീൽ ഫോളോ മദർ, സബ് കോൺഷ്യസ്ലി ഹീൽ ബി ലോയൽ ടു ഹിസ് ഫാദർ. അപ്പോൾ വി ടോൾഡ് പേരൻസ് വാട്ട് ഇസ് ഹാപ്പനിങ്. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അച്ഛൻ അങ്ങനെ അച്ഛൻ ഇങ്ങനെ. I said stop. So that's how the mentors dealt with it, therapists dealt with it. അപ്പോൾ പേരൻസ് ഷുഡ് നെവർ, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ ബെയറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യരുത്. എഡിക്ഷൻ ഉണ്ടോ, ഇറ്റ്സ് എ ഫാമിലി പ്രോബ്ലം, ഇറ്റ്സ് നോ മോർ എ 1% പ്രോബ്ലം. for sure. അല്ല, എവ്രിബഡി ഈസ് എഫക്റ്റഡ്. അയാളും എഫക്റ്റഡ് ആണ്, എല്ലാ സിസ്റ്റം ഈസ് എഫക്റ്റഡ്. But then what happens, addiction doesn't happen overnight, അല്ലേ? It's a behavior. It's not a behavior that you can say 6 മാസം കള്ളു കുടിച്ചു അതുകൊണ്ട് എനിക്ക് അഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഓവർ ദ പീരീഡ് ഓഫ് ടൈം അതിങ്ങനെ ബൂമറാങ് പോലെ 1, 2, 3, 4 years. What happens, the partner is used to the idea of an addict husband or an addict wife. ഇവർ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ സോബർ അയാളെ ഡീൽ ചെയ്യാൻ അവർക്കറിയില്ല. So you need to give the spouse also therapy. Now, അപ്പം എന്ത് പറ്റും, you will find so many people going back to rehab and then coming back relapsed because the trigger is at the home. Okay. Rehab അവർ ഫുൾ കണ്ടീഷൻ, ഞാൻ നന്നായി, പക്ഷെ എൻ്റെ കൂടെയുള്ള ആൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരിങ്ങനെ ട്രിഗർ ചെയ്യും. Now, this is the catch. Now 0 to 8 yearsൽ നമ്മൾ എന്താണോ കണ്ടത് റിപ്പീറ്റ് ചെയ്യും. If my spouse has attracted me as an husband, why she's not able to deal a sober husband? Because she also will have a history where her family അച്ഛനും അമ്മയും addict ആണ്, or something to do with absent mindedness. It need not be addiction. അപ്പോൾ ആ കുട്ടിക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ വാട്ട് എവർ ഐ ഹാവ് ലിവ്ഡ് ഇൻ ദിസ് സ്പേസ് ഓഫ് പീരിയഡ് ഓഫ് ടൈം ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് അനുയോജ്യമായ ഒരു ഹസ്ബൻഡ് ആയിരുന്നു അത്, അല്ലെങ്കിൽ അനുയോജ്യമായ വൈഫായിരുന്നു അത്. അവിടെയാണ് അങ്ങനെയാണ് അട്രാക്ഷൻ പോലും വന്നത്. അപ്പം വെൻ തെറപ്പിയിൽ വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം if it's addiction, I'll bring them together because you need to know your husband has worked on himself. He knows ഇതാണ് ട്രിഗർ, ഇത് കാരണമാണ് ഞാൻ കുടിക്കുന്നത്, ഇതിൽ നിന്നാണ് ഞാൻ കുടിക്കുന്നത്. he is ready to face it now. താൻ പോയിട്ട് ട്രിഗർ ചെയ്യരുത്, because you don't know how to deal with your husband who is sober. That means there is something in your system that is attracting it. Not everybody is ready to work on it also, because everybody has this thing, ഞാൻ റൈറ്റ് ആണ്, ഞാൻ റോങ് ആണ്. കോർ വൂണ്ട് എന്ന് ഇപ്പൊ പറഞ്ഞല്ലോ, അതെന്താണ്? ഓരോ മനുഷ്യർക്കും ഓരോ കോർ വൂണ്ട് ഉണ്ടോ? ബേസിക്കലി ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ വളരുന്ന പ്രായത്തിലോ ഡെവലപ്മെന്റ് സ്റ്റേജസിലോ അല്ലെങ്കിൽ വേണ്ട ഇന്നലെ വരെ ഉള്ള സ്പേസിലോ എനിക്കെന്തോ അൺറിസോൾവ് ആയി, എനിക്കെന്തോ ഇമോഷൻ വന്നു, പക്ഷെ എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, എനിക്കത് ഡീൽ ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അന്ന് ഓടിപ്പോയി. ദാറ്റ് സ്റ്റേജ് ആസ് എ ഇംപ്രിന്റ്. ഓക്കെ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ 0 to 8 ഇതിൻ്റെ എവിടെയെങ്കിലും ഇംപ്രിന്റ് കിടക്കുന്നുണ്ടാവും. എനിക്ക് എൻ്റെ ലൈഫിൽ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയൊരു ഇൻസിഡൻ്റ് ആണത്, എൻ്റെ കേസ് സ്റ്റഡിയിലുണ്ടായിരുന്ന ഇൻസിഡൻറ്റ്. സോ വാട്ട് ഹാപ്പൻഡ് വാസ്, ദിസ് പേരൻറ്റ് കെയിം ആൻഡ് വിത്ത് ആൾ പറഞ്ഞു എൻ്റെ ലൈഫിൽ ഞാൻ സ്റ്റക്കാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു എന്താണ് കാരണം. നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഹിപ്നോസിസ് പുറമേ ആൾക്ക് ജോലിയിൽ ഹാപ്പിനെസ് ഇല്ല, ഹസ്ബൻഡായിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ ആയിരുന്നു, വിച്ച് ഇസ് എ 10% ഓഫ് ദ കോൺഷ്യസ് മൈൻഡ്. ഹിപ്നോസിസിൽ പോയപ്പോൾ ഈ പേരൻറ്റ് ഉള്ളിലേക്ക് പോയപ്പം ആൾ ലൈഫിൽ സ്റ്റക്കായൊരു പോയിന്റ് എന്ന് പറയുന്നത്, ആ പേരൻറ്റിൻ്റെ കുഞ്ഞിന് ഓട്ടിസം ഉണ്ട്. എന്താണ് സ്റ്റക്നെസ്? ദാറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട്. ഷീ ഫീൽസ് ഗിൽറ്റി അബൌട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഗിൽറ്റ്? ഇതൊരു ഓർഗാനിക്കലി സംഭവിച്ചൊരു കാര്യമല്ലേ, വി ഡോണ്ട് ഹാവ് എനി കൺട്രോൾ ഓവർ ഇറ്റ്. ആൾ പറഞ്ഞൊരു കാര്യം, ഞാൻ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചില്ല എൻ്റെ കുഞ്ഞ് ഹെൽത്തി ആവാൻ. ഞാൻ ഓക്കെ, അപ്പോൾ എന്തിനാ പ്രാർത്ഥിച്ചേ? ആ കുട്ടി ഫെയർ ആവാൻ. ഹെർ കോർ വൂണ്ട് വാസ് ഷി വാസ് നോട്ട് ഫെയർ എനഫ്. ബേസിക്കലി കോർ വൂണ്ട് ഇസ് ഐ എം നോട്ട് ഗുഡ് ഇനഫ് ആണ്, പക്ഷെ അതിൻ്റെ പെർസെപ്ഷൻ ഇസ് ആൾ നിറമില്ലാത്തത് കൊണ്ട് വളരെ ചെറുപ്പം മുതൽ അനുഭവിച്ചുള്ള ഒരാൾ. അപ്പം ആ പേരൻ്റ് എന്ന് അനുഭവിക്കുന്ന ഗിൽറ്റ്, ഞാൻ എൻ്റെ കുഞ്ഞിന് ഹെൽത്തി ആവാൻ പ്രാർത്ഥിച്ചില്ല. ഇനി
ഇത് ആളുടെ വൺ ഓഫ് ദ കോർ വൂണ്ടുകളാണ്. ഇത് എവിടെ നിന്ന് എടുത്തു നമ്മൾ റൂട്ടിലേക്ക് പോവാണ് ഹിപ്നോസിസിൽ. സോ ഈ പറഞ്ഞ 0 to 8 എവിടെയെങ്കിലും ഇംപ്രിൻ്റ് കിടപ്പുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, ചെറുപ്പം മുതലേ അനുഭവിച്ചിട്ടുണ്ടോ നേരമില്ലാത്തതുകൊണ്ട് വിഷമം? ഉണ്ട്. അപ്പം നമ്മൾ ഏജ് റിഗ്രഷൻ ചെയ്യും. അതായത് എപ്പോൾ മുതലാണ് ഈ കുട്ടി ഈ ബിലീഫ് സിസ്റ്റം എടുത്തതെന്നുള്ളത്. അപ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ ഹിപ്നോസിസിൽ പോയപ്പം ആദ്യമായിട്ട് ആ കുട്ടിക്ക് വേറെ നിറമാണ് ആ കുട്ടി തിരിച്ചറിയുന്നത് 5 വയസ്സിലാണ്. 5 വയസ്സിൽ ഈ കുട്ടി ഒരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ കസിൻസ് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഇടയിൽ ഒരു എൽഡർ പേഴ്സൺ പറഞ്ഞു, അവളുടെ അമ്മോട് പറഞ്ഞു ദാറ്റ് ഓ ഈ കുട്ടി നീ കഷ്ടപ്പെടും, നിൻ്റെ മറ്റേ കുഞ്ഞ് നല്ല നിറമുണ്ട്, ഈ കുഞ്ഞ് ഇത്ര നിറം കുറവാണ്, കല്യാണം കഴിക്കാൻ നീ കഷ്ടപ്പെടും. അപ്പോൾ ആ കുട്ടി അപ്പോഴാണ് ചിന്തിക്കുന്ന നിറം. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴും എൻ്റെ കൈയും ശ്രദ്ധിച്ചത് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ. ബിക്കോസ് ചിൽഡ്രൻ ആർ പ്യുവർ, അവർക്ക് അറിയില്ലല്ലോ എൻ്റെ വ്യത്യാസം. അപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു കാര്യം, പക്ഷെ അവരങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഒരിക്കലും നോ പറഞ്ഞില്ല. അമ്മ അവിടെ നിന്നും ചാരിയിരുന്ന് മുഖം താഴെ വെച്ചിരുന്നു. ആ കുഞ്ഞ് ഓർക്കുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പം എല്ലാവരും അപ്പം ഞാൻ ചോദിച്ചു, താൻ എന്താ കൺക്ലൂഷൻ എടുത്തേ? അവർ പറഞ്ഞു, തൻ്റെ അച്ഛൻ നിറം കുറവല്ലേ, അതുകൊണ്ട് തനിക്ക് കിട്ടിയതാ. ഓക്കെ ഫൈൻ. അപ്പോൾ തനിക്ക് എന്താ തോന്നിയ? എന്നെ ആ ആൻറ്റി അങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മ അത് സമ്മതിച്ച പോലെ എനിക്ക് തോന്നിയത് കാരണം അച്ഛൻ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിറം കുറഞ്ഞത് അച്ഛൻ കാരനാണ്. അച്ഛനപ്പം ഭയങ്കര കുറവുള്ള മനുഷ്യനാണ്. ഹീ ഈസ് നോട്ട് ഗുഡ്. ഇനി അടുത്തപ്പോൾ ഞാൻ ചോദിക്കും, ഈ 5 വയസ്സ് കഴിഞ്ഞ് എപ്പോഴാണ് തനിക്ക് തോന്നിയത് ദാറ്റ് യു ആർ നോട്ട് ഗുഡ്, നിറം കാരണം യു ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്? 8 വയസ്സിൽ ഞാനും എൻ്റെ ചേട്ടൻ കളിക്കുമ്പോൾ എന്നെ കൈ വെച്ച് കളിച്ചിട്ട് എന്നെ പറയും, നീ കറുമ്പി ഇത്. അപ്പോഴവൾ ചിന്തിച്ചു, അപ്പോൾ അവൾ പറഞ്ഞു, കറുപ്പായ എന്താ പ്രശ്നം, നിന്നെ കൊണ്ട് ഒന്നും കൊള്ളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി എടുത്തു. ബിക്കോസ് സ്വന്തം ചേട്ടനാ പറയണേ. ഇതേ കുട്ടി 22 വയസ്സിൽ, 18 വയസ്സിൽ, 22 വയസ്സിൽ, 25 വയസ്സിൽ, 30 വയസ്സിൽ, 32 വയസ്സിൽ ഈ കുട്ടി കൺസീവ് ചെയ്യുന്നവർ ഇതേ ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് പ്രൂഫ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. എക്സാക്ട്ലി. ബ്രെയിൻ ഇസ് ട്രാവലിംഗ് ഇൻ ദ സെയിം ബിലീഫ് സിസ്റ്റം. ബ്രെയിൻ ലെസ്സനോ ഇത് നമുക്ക് നല്ലതാണോ ചീത്തയാണോ, ബ്രെയിനിന് സേഫ് ആണോ എന്ന് അറിയില്ല, അത് ഡേഞ്ചർ ആണോ എന്ന് അറിയില്ല, ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നൊന്നും അറിയില്ല. ബ്രെയിൻ എന്താ പെർസീവ് ചെയ്ത് അത് തന്നെ റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ആ കുട്ടി ഇന്ന് ക്യാരി ചെയ്യുന്ന ഗിൽറ്റിൻ്റെ വലിപ്പം നോക്കി. അന്ന് ആ 5 വയസ്സിൽ അമ്മ മാറി നിന്നിരുന്നില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞ് അങ്ങനെ എത്തും. അത് മാത്രമല്ല, ആ കുഞ്ഞ് സ്വന്തം അച്ഛനിൽ നിന്ന് അകന്നു. ഞാൻ ഈ ലോകത്ത് അനുഭവിച്ച എല്ലാ വേദനയുടെ കാരണം അച്ഛനെന്ന നിറം. പക്ഷെ തെറപ്പിയിൽ വന്നു, ഇത് സബ് കോൺഷ്യസിൽ നിന്ന് കോൺഷ്യസിലേക്ക് വന്ന വശം ആ കുട്ടിക്ക് തിരിച്ചറിവ് വന്നു. അതെൻ്റെ കുഞ്ഞ്, എൻ്റെ ഇന്നർ ചിൽഡ്രൻ എടുത്ത ഡിസിഷനാ, അഡൾട്ട് എടുത്ത ഡിസിഷൻ അല്ല. അപ്പോൾ ഞാൻ യു റെഡി ടു ലെറ്റ് ഇറ്റ് ഗോ? യെസ്. ഫസ്റ്റ് തിങ് ഷീ സ്പോക്ക് ടു ഡാഡ്. അപ്പോൾ ആളുടെ ജോലിയിലത്തെ സ്റ്റക്നെസ് മാറി. ജോലി ഈസ് മാസ്കുലിൻ. ഷീ കെയിം വിത്ത് ഐഡിയ ദാറ്റ് ഷീ സ്റ്റക്ക് ഇൻ ജോബ്. ജോലി കിട്ടുന്നില്ല, റിലേഷൻഷിപ്പ് ഇഷ്യൂ, ഓൾ ഓഫ് ദാറ്റ് എല്ലാം മാറി. അവിടെയാണ് ഹിപ്നോതെറപ്പി ഡസ് വണ്ടേഴ്സ്. വെൻ സബ് കോൺഷ്യസിൽ എടുക്കുന്ന സ്റ്റോറി കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, ഇതുകൊണ്ടാണല്ലേ ഞാൻ കല്യാണത്തിന് പൂപ്പം മാറി നിൽക്കുന്നത്, ഇതുകൊണ്ടാണല്ലോ എനിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന വർഷം എൻ്റെ കൈ വിറയ്ക്കുന്നത്, കാരണം അയാളൊരു ഫോറിനർ, ആൾക്ക് നിറമുണ്ട്, എനിക്കില്ല. നോട്ട് ബിക്കോസ് ഐ എം നോട്ട് സ്കിൽഡ് ഇനഫ്. അങ്ങനെ പല ഉത്തരങ്ങളും. ഇപ്പോൾ സ്റ്റക്ക് എന്നുള്ളൊരു വാക്ക് ഒരുവിധം ഒരു 90% അല്ലെങ്കിൽ 95% ആൾക്കാരും അറ്റ്ലീസ്റ്റ് ആഫ്റ്റർ കോവിഡ് യൂസ് ചെയ്യുന്നതും അവർ ഗോ ത്രൂ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. സ്റ്റക്കാണ്. ക്യാൻ ബി കരിയറിലായിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം. എവ്രിതിങ് ഇസ് എ കയോസ്. ഇത് എല്ലാം വരുന്നത് നമ്മുടെ ലിമിറ്റിംഗ് എല്ലാത്തിനെയും നമുക്ക് സിറ്റുവേഷണൽ ആണ് എന്ന് ആൾക്കാർ പറയുന്നത് കേൾക്കാറുമില്ല. ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, ഐ എം ഡൂയിങ് എവ്രിതിങ് റൈറ്റ്, ബട്ട് ഐ എം സ്റ്റക്ക്. ഞാൻ ഇത്രയും സഫർ ചെയ്യുന്നുണ്ട്, ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിൽ, ബട്ട് ഇറ്റ്സ് നോട്ട് ഗ്രോയിങ്, ഇറ്റ്സ് നോട്ട് ഹെൽപ്പിംഗ് മീ, ഐ എം സ്റ്റിൽ ഫീൽ എനിക്ക് എംപ്റ്റി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യണത് എന്ന് പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്.
അപ്പോൾ ഇതെല്ലാം വരുന്നത് ഈ നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് സ്പേസിൽ നമ്മുടെ ഫയൽസ് നിന്ന് തന്നെയാണോ? ആക്ച്വലി ഇപ്പോൾ ഫറ തന്നെ പറ, സ്റ്റക്ക് എന്ന് പറയുമ്പോൾ വാട്ട് യു ഫീൽ? എൻ്റെ മനസ്സിലിങ്ങനെ വരുന്ന ട്രാപ്ഡ് ആയ പോലെയാ. ലൈക്ക് ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ സ്റ്റക്കാണ്, ഇവിടെ സ്റ്റക്കാണ്. ലൈക്ക് ഞാൻ പെട്ടുപോയി ഇതിനകത്ത് എന്നുള്ളതാണ്. And then how do you deal with stuckness? നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ് യൂഷ്വലി ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ട്, ഐ എം ബാക്ക് ടു സ്ക്വയർ വൺ. Exactly. ഞാൻ ഇത് ട്രൈ ചെയ്തു, അത് ട്രൈ ചെയ്തു, ഐ വാസ് ഫീലിംഗ് എ ബിറ്റ് ബെറ്റർ, ബട്ട് ദെൻ ഞാൻ വീണ്ടും ഐ എം ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് അതാണെന്ന് തോന്നുന്നു കൂടുതൽ സ്റ്റക്ക് എന്ന് പറയണത് അല്ലേ? And then what do you feel about yourself? ഒബ്വിയസ്ലി നമുക്ക് നമ്മളെന്തോ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാന്ന് തന്നെയാണ് തോന്നുക. Exactly. Something is wrong with me. അല്ലേ? അപ്പോൾ എന്ത് ഇമോഷനാണ് ജനറേറ്റ് ആവുന്നത് ആ സമയത്ത്? ഇങ്ങനെ ചെയ്തിട്ടും ഓടിപ്പടഞ്ഞിട്ടും നമുക്കൊരു വർത്ത്ലെസ്നെസ്. അതെ. ആൻഡ് യു ഗെറ്റ് ആംഗ്രി, ഹെൽപ്ലെസ്, നിസ്സഹായത. പിന്നെ വാട്ട് വൺ ഓഫ് ദ നോഷൻ, അല്ലെ എല്ലാവർക്കും ഉള്ളൊരു ചിന്തയാണ് സ്റ്റക്ക് ആവുന്ന ഒരു നെഗറ്റീവായ കാര്യമാണ്. ഓഫ് കോഴ്സ്. പക്ഷെ സ്റ്റക്ക് ഈസ് ഓൾസോ ലൈക്ക് ലവ്. Love is an emotion. Anger is an emotion. Stuck is emotion. So when you're in love, what do? You sit with the love. When you're angry, you stay with angry. But why can't you sit with stuckness? You run. Yeah. That's the problem with all of us. It has to be either negative or positive. It has to be good or bad. But light ഉണ്ടാവണമെങ്കിൽ darkness വേണ്ടേ? Because stuck is also good. If you're stuck, that means it's time to reflect. ഞാൻ എൻ്റെ ലൈഫിൽ സ്റ്റക്കാണ്, ഞാൻ ചെയ്യാൻ പറ്റിയത് മുഴുവൻ ചെയ്തിട്ടും ഞാൻ എവിടെ എത്തുന്നില്ലെങ്കിൽ that just simply tells you ഞാൻ എന്നെയായിട്ട് ഡിസ്കണക്റ്റഡ് ആണ്. ഞാൻ ഏതോ ഒരു സർവൈവൽ പാറ്റേണിൽ സ്റ്റക്കാണ്. പീപ്പിൾ പ്ലീസിങ് ആവാം, ഓവർ വർക്കിംഗ് ആവാം, ഓവർ ഫങ്ഷനിങ് ആവാം, സപ്രഷൻ ഓഫ് ഇമോഷൻ ആവാം. ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, or കോമ്പിനേഷൻ ഓഫ് ദിസ് ഇസ് ഹാപ്പനിങ് ആൻഡ് ഐ എം റണ്ണിങ് അവേ ഫ്രം മീ. ഞാൻ എന്നിൽ നിന്ന് തന്നെ ഓടിപ്പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ സ്റ്റക്ക്. സോ ലൈക്ക് എല്ലാ ഇമോഷൻ്റെ കൂടെ നമ്മൾ ഇരിക്കാൻ പഠിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇരിക്കാൻ പഠിക്കണം. ഐ ഷുഡ് സ്റ്റോപ്പ് ഡൂയിങ് എവറിത്തിങ്. വെറുതെ ഇരിക്കുക, സെൽഫ് റിഫ്ലക്റ്റ്. എന്തുകൊണ്ടാണ് ഞാൻ സ്റ്റക്ക്? എന്തോ ഉണ്ടല്ലോ ഞാൻ ഓടിപ്പോകുന്നത്. ഞാൻ ഈ സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ എന്തിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നത്? എനി കോപ്പിംഗ് മെക്കാനിസം ഇസ് എ പ്രൊട്ടക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, ബ്രെയിൻ ഓൺലി നോ സേഫ്റ്റി. അപ്പം ഞാൻ ഐ ഡോണ്ട് നോ ഹൗ ദിസ് പോഡ്കാസ്റ്റ് ഇസ് ഗോയിങ്. ഐ ഹോപ്പ് ദിസ് ബിക്കം സക്സസ്ഫുൾ കേട്ടോ. സോ ഫറ ഇസ് എയിമിങ് ടു ബിക്കം സക്സസ്ഫുൾ ആങ്കർ എന്ന് വെക്കേ. പക്ഷെ somehow ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട്. ഞാൻ എന്തെങ്കിലും ഭയങ്കരമായി ചെയ്യാതിരിക്കുന്ന സമയത്ത് എനിക്ക് കോൾഡ് വരും, വയ്യ, പനി, ഛർദി, ബോഡി ഫ്ലൂസ്, all of it. But I know this is going to be the best thing. But somehow something is stopping me. I am stuck. So that just means എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്, സക്സസ് മീൻസ് നോട്ട് സേഫ്. മൈ നെർവസ് സിസ്റ്റം ഇസ് നോട്ട് അലൈൻഡ് വിത്ത് മൈ മൈൻഡ്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആവുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? അപ്പം നമ്മൾ ഹിപ്നോസിസ് പോയി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും യു വിൽ ഹാവ് സോ മെനി ഹിസ്റ്ററീസ്. ഒന്നില്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ അച്ഛൻ, അച്ഛമ്മ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, എനിക്ക് എൻ്റെ ഒരു സ്വന്തം ലൈഫ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ ഈസ് എ ബാങ്കർ, എൻ്റെ അച്ഛൻ ഈസ് എ വെരി സക്സസ്ഫുൾ ബിസിനസ്മാൻ. അമ്മയും ഭയങ്കര സക്സസ്ഫുൾ ഒരു ബാങ്കർ തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾ 3 ഡോട്ടേഴ്സാണ്. വി വർ വെരി റിസോഴ്സ്ഡ് ഫാമിലി, വെൽ പുട്ടാണ്. എല്ലാത്തിനും എല്ലാവരും ഉണ്ട്. പക്ഷേ ഒബ്വിയസ്ലി എല്ലാവർക്കും തിരക്കാവുമ്പോൾ പേരൻസ് കുറച്ച് അറ്റൻഷൻ തരാൻ കുറയും. അപ്പം ഞാൻ പെർസീവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ ജോലി എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് അറ്റൻഷൻ കിട്ടാത്തത്. Now will I work? No. For a good period of time I didn't work. Yeah. When I was stuck. I was applying for jobs after jobs. എനിക്ക് ഞാൻ ഡെലോയിറ്റിൽ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ it didn't work out for me. വേറെ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തു, it didn't work out. For some reason എനിക്ക് വർക്ക് ചെയ്യേണ്ട. I was telling myself വീട്ടിലിരിക്കുന്ന നല്ലത്, ഫാമിലി ലൈഫാണ് ബെറ്റർ. ബിക്കോസ് എൻ്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് wound is അമ്മയില്ലാതിരുന്നത്. But I'm stuck. Yeah. Okay, if I'm not, how do I know if I'm not stuck? I should be happy just being a housewife. I was not. Yeah.
That's when I'm like, ഞാൻ പറയുന്നതും വിശ്വസിക്കുന്നത് വ്യത്യാസമുണ്ട്. സോ ദാറ്റ്സ് വെൻ ഐ വെന്റ് ടു തെറപ്പി. ആൻഡ് ദെൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിച്ചത്, ഞാൻ തെറപ്പിയിൽ റിയലൈസ് ചെയ്തു എൻ്റെ അമ്മ ബാങ്കർ ആയതുകൊണ്ടാണ് വെൻ മൈ ഫാദർ എക്സ്പയർഡ് അമ്മ ഞങ്ങൾക്ക് അതേ ഫെസിലിറ്റി തരാൻ പറ്റിയത്, ഏജൻസി തരാൻ പറ്റി. Then I realized, oh my god, why didn't I see this? എൻ്റെ ആ ജഡ്ജ്മെൻറ്റ് ഫോളോ ഔട്ട് ചെയ്തു, ദേഷ്യം ഫോളോ ഔട്ട് ചെയ്തു. ഐ കണക്റ്റഡ് ബാക്ക് ടു മൈ മദർ ആൻഡ് ഫാദർ. Now I'm doing very well at my practice. ഇപ്പം നമ്മൾ സ്റ്റക്ക് ആണെങ്കിലും നമ്മൾ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു പാറ്റേൺ, അതായത് ചിലപ്പോൾ നമ്മൾ ഓവർ വർക്കിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും, ഓവർ ഫങ്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം നമുക്ക് ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ യൂഷ്വലി എനിക്ക് സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ തോന്നുന്നുണ്ട്, ഈ ഓവർ ഫങ്ഷൻ ചെയ്യാന്നൊക്കെ പറയുന്ന സമയത്ത്. ശരിക്കും അത് എന്താണ് ഓവർ ഫങ്ഷൻ ചെയ്യാന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? സിൻസ് യു ടോൾഡ് സ്ത്രീകളാണ്, ഞാൻ പുരുഷൻ്റെ എക്സാമ്പിൾ പറയാം. ബിക്കോസ് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പുരുഷന്മാർക്ക് സ്റ്റക്ക് ആവും ഈക്വൽ എമൗണ്ട്. അവർക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്ലയൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അഗൈൻ ആള് ഒരു ജോബിലും നിൽക്കുന്നില്ല, എല്ലാ ജോബ് ഒരു പോയിന്റ് എത്തുമ്പോൾ ജമ്പ് ചെയ്യും, അപ്പോൾ സ്റ്റെബിലിറ്റി ഇല്ല. അപ്പം എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുടെ ബോസ് എന്ന് പറയുന്നത് അതോറിറ്റി ഫിഗർ ഒരു പോയിന്റ് കഴിയുമ്പോൾ ആൾക്ക് ഒട്ടും ഡീൽ ചെയ്യാൻ പറ്റും. ഹി ഫീൽ സ്റ്റക്ക്. അപ്പം സ്റ്റക്ക് ആവുന്നത് എങ്ങനെയാണ്, എന്താ രജിസ്റ്റർ ചെയ്യുന്നത്, പ്ലീസ് ചെയ്ത് തുടങ്ങും. ബോസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് ചെയ്ത് ഔട്ട് ഓഫ് ലോയൽറ്റി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഉള്ളിൽ ഭയങ്കര ദേഷ്യം, അക്യുമുലേഷൻ. ഒരിക്കലും മൗത്ത് നോക്കി പറയില്ല താൻ ചെയ്യുന്നത് ശരിയല്ല എന്ന്. ഇങ്ങനെ പ്ലീസ് ചെയ്ത് ആൾക്ക് ശാരീരിക അസ്വസ്ഥം വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും, കർവിക്കൽ സ്പോണ്ടിലൈറ്റിസോ ലംബാർ റീജിയനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ജോലി വിടും. സോ നൗ സ്റ്റക്ക് ഇസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ തിരിച്ചറിയാം, വെൻ ഐ എം ഫീലിംഗ് അൺകംഫർട്ടബിൾ, എനിക്ക് ഓടിപ്പോവാൻ തോന്നുകയാണ്. എനിക്ക് വലിയ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണെന്ന് കരുതിയാലും പ്രോബ്ലി ഐ എം ഡൂയിങ് ദ ജോബ് ഐ റിയലി ലൈക്ക്, ഞാൻ എന്തോ അവിടെ ഫേസ് ചെയ്യുന്നില്ല. ആ ഫേസ് ചെയ്യുന്നതിന് പകരം ഞാൻ പ്ലീസ് ചെയ്യുന്നുണ്ട്, ഓവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബിഗ്ഗസ്റ്റ് സിംറ്റംസ് ചുറ്റുള്ളവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും, എപ്പോഴും ജോലിയാലോ, ബട്ട് യു ആർ ഡൂയിങ് ഇറ്റ് എനിവേ ആൻഡ് യു ഫിസിക്കലി എക്സോസ്റ്റഡ്. സെക്കൻഡ്, യുവർ ബോഡി വിൽ ഡെഫിനറ്റ്ലി ടെൽ, ഒന്നില്ലെങ്കിൽ വയർ സംബന്ധമായ രോഗം എന്തെങ്കിലും കാണിക്കും. then you're stuck. സോ സ്റ്റക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് പോകാൻ മാത്രമല്ല, ഓവർ ഫങ്ഷനിങ്. ലൈക്ക് യു വിൽ ഫൈൻഡ്, ഫറ പറഞ്ഞ പോലെ അമ്മമാർ ഓവർ ഫങ്ഷനിങ്, ഓവർ പ്ലീസിങ്. എന്നിട്ട് അവസാനം മെജോറിറ്റി ഓഫ് ദ മദേഴ്സ് വിൽ ബി ബെഡ് റിഡൻ ബിഫോർ ഫാദേഴ്സ്. അനദർ പീപ്പിൾ പ്ലീസിങ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ലൈഫിൽ സ്റ്റക്ക് ആവാൻ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം, ഡോട്ടർ ഇൻ ലോസ് ഹു ഗെറ്റ് സ്റ്റക്ക് ബിറ്റ്വീൻ മദർ ഇൻ ലോ ആൻഡ് ഹസ്ബൻഡ്. അതും സ്റ്റക്കാണ് അല്ലേ. അമ്മായിമ്മയുടെയും ഭർത്താവിൻ്റെ ഇടയിലും സ്റ്റക്കായി പോകുന്ന മരുമക്കളോ ഭാര്യമാരോ, അമ്മയുടെയും ഭാര്യയുടെ ഇടയിൽ സ്റ്റക്കാവുന്ന ഹസ്ബൻഡ്സും. എക്സാക്ട്ലി സെയിം. ഒന്നും വേണ്ട, അച്ഛൻ്റെയും അമ്മാനപ്പൻ്റെയും ഇടയിൽ സ്റ്റക്കാവുന്ന മരുമകൻ അല്ലെങ്കിൽ മകൻ. ദിസ് ആർ ഓൾ സ്റ്റക്ക്, ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഓഫ് സ്റ്റക്ക്. അപ്പം ഞാൻ പറയുന്ന ഈ ഒക്കെ സ്പേസിൽ രണ്ടുപേരും പീപ്പിൾ പ്ലീസ് ചെയ്യണം, രണ്ടുപേരും ഭയങ്കര ഈഗോസ്റ്റിക്കായ മനുഷ്യന്മാരാകുമ്പോൾ ആരുടെ കൂടെ നിൽക്കണമെന്ന് അറിയാണ്ടിരിക്കുന്ന ഈ ടഗ് ഓഫ് വാറിൽ അവരവരുടെ ജീവൻ ജീവിക്കണ്ടാവോ? ഇല്ല, നോട്ട് ടു ദ ഫുള്ളസ്റ്റ് എന്നല്ല, ഒട്ടും ജീവിക്കുന്നുണ്ടാവില്ല. ഐ ഹവ് സീൻ പീപ്പിൾ ഹവ് റിസൈൻഡ്, ജോലി തന്നെ രാജിവെച്ച ഒത്തിരി പേര് എനിക്കറിയാം, ഹു കം ഫോർ തെറപ്പി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും. അപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഈ പറഞ്ഞില്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, ആൾക്കാരെ ബേർഡൻ എടുക്കാൻ പഠിച്ച് പാരൻറ്റിഫൈഡ് ആയ കുട്ടികളെന്ന് പറഞ്ഞാൽ ആ കുട്ടികളായിരിക്കും ഇടയിൽ കിടന്ന് കളിക്കുന്ന കുഞ്ഞു കുട്ടികൾ. വളരെ ചെറുപ്പം മുതൽ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ വിഷമം ഡീൽ ചെയ്ത് പഠിച്ച് അവരുടെ ഇമോഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ അവിടെ ബിഗ്ഗർ ലെവൽ അവരിങ്ങനെ സ്റ്റക്കാവുക. കല്യാണം കഴിയുമ്പോൾ അച്ഛൻ്റെയും അമ്മാനച്ഛൻ്റെയും അമ്മായിമ്മയുടെയും ഭാര്യയുടെ ഇടയിലൊക്കെ ഇരുന്ന് കളിക്കും. അപ്പം now how will this show up is, they will be very frustrated. They'll have depression of every sort. രോഗങ്ങൾ മാത്രമല്ല, ഫിസിക്കലും ഇമോഷണലിയും ഭയങ്കര ഡൗൺ ആവും. ഇവരായിരിക്കും ഭയങ്കരമായിട്ട് ഗീവ് അപ്പ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കാം. അപ്പം മനസ്സിലാക്കുക, ഇറ്റ് ഈസ് നോട്ട് യുവർ പൊസിഷൻ ടു ഗെറ്റ് സ്റ്റക്ക്.
നിങ്ങളുടെ പൊസിഷൻ അല്ല. ചെറുപ്പം മുതലേ നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് പഠിപ്പിക്കണം. എങ്ങനെയാണ് ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കൂളിൽ തന്നെ ആരും പഠിപ്പിക്കുന്നില്ല അല്ലേ? ഫറ എങ്ങനെയാണ് ദേഷ്യത്തിനെ ഡീൽ ചെയ്യുക, ഗിൽറ്റിനെ ഡീൽ ചെയ്യുക, ഹെൽപ്ലെസ്നെസ്സിനെ ഡീൽ ചെയ്യുക? എങ്ങനെയൊക്കെയോ പഠിച്ചല്ലേ? എങ്ങനെയൊക്കെയോ പഠിച്ചതാ. അച്ഛൻ പഠിപ്പിച്ചു തന്നോ, അമ്മ പഠിപ്പിച്ചു തന്നോ, സ്കൂളിൽ പഠിപ്പിച്ചു തന്നോ? നമ്മളെടുത്ത് പൊതുവേ തന്നെ സാധാരണ വീടുകളിൽ എന്താ പഠിപ്പിക്കാന്ന് വെച്ചാൽ എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ, അതായത് Exactly. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാനല്ല ഞാൻ പറയണേ. ഞാനൊക്കെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് എന്താ പറയുക എല്ലാ സമയത്തും പറഞ്ഞുകൊണ്ടിരുന്ന പാരൻസിൻ്റെ ഇടയിൽ വളർന്ന. പക്ഷേ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു പരിധിക്കുള്ളിൽ, അതായത് ദേഷ്യം വന്നാൽ അതങ്ങനെ എക്സ്പ്രസ് ചെയ്ത് ദാറ്റ്സ് ഒരു നെഗറ്റീവ് ഇമോഷനാണ്. അത് നമ്മളങ്ങനെ ദേഷ്യപ്പെടുക എന്നുള്ളതായിരുന്നു ചോദ്യം വരിക. അല്ലെങ്കിൽ കരയുക എന്നുള്ളത് ഒരു വീക്ക്നെസ് ആണ്. അത് നമ്മൾ ആൾക്കാരെ മുന്നിൽ ചെയ്യേണ്ടതല്ല. സംഹൗ ഐ പെർസീവ്ഡ്, ഐ ഡോണ്ട് തിങ്ക് സമൺ ഹാവ് ടോൾഡ് മീ, ബട്ട് Exactly. ആ ഒരു ഹൗസ് ഹോൾഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അതാണ്. നമ്മൾ പെർസീവ് ചെയ്യുന്ന അങ്ങനെയാണ്. ദേഷ്യപ്പെടുന്ന ഒരു മോശം കാര്യമാണ്. ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-20 വയസ്സ് വരെ ദേഷ്യപ്പെട്ടത് എനിക്ക് ഓർമ്മയില്ല. അതായത് ഒച്ചയെടുത്ത് സ്ക്രീം ചെയ്ത് നമുക്ക് ദേഷ്യം വരുമല്ലോ, വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്, നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും. എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്നിട്ട് ഇപ്പം എനിക്ക് ദേഷ്യം വരും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ എവിടെയായിരുന്നു ഈ ദേഷ്യം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ബിക്കോസ് അങ്ങനെ ഞാൻ പെർസീവ് ചെയ്തിരിക്കുന്നത്. I like to add a point here. That proves one point. നമ്മൾ നമ്മുടെ പേരൻസിൻ്റെയും ഫാമിലി ജെനറ്റിക്സ് മാത്രമാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്, അല്ല, അവരുടെ നെർവസ് സിസ്റ്റം. യാ ഞാൻ പറഞ്ഞില്ല ഒക്കെ മിമിക്കിങ്ങാ. ഞാൻ അറിയാണ്ട് നമ്മുടെ അച്ഛനും എൻ്റെ അമ്മയാണ്, അത് ഞാൻ എത്ര പറഞ്ഞാലും ഇല്ലെങ്കിലും. ആൻഡ് കിഡ്സ് ഡസൻ അണ്ടർസ്റ്റാൻഡ് വേർഡ്സ്. അവർക്ക് മുഴുവൻ ഇമോഷണൽ റെസ്പോൺസസ് അവർക്ക് മനസ്സിലാവുള്ളൂ. ആൻഡ് യു ടോൾഡ് സോ ബ്യൂട്ടിഫുള്ളി അല്ലേ? ഫറ ഒരിക്കലും 20 വയസ്സ് വരെ ആങ്കർ എന്ന് പറഞ്ഞ സാധനം കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ബിക്കോസ് നോബഡി ടോട്ട് us. കാരണം നൗ ക്യാൻ വി ബ്ലെയിം അവർ പേരൻസ്? അവരാരെങ്കിലും പഠിപ്പിച്ചോ? ഇല്ല, അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ദേ വാണ്ടഡ് ദ ബെസ്റ്റ് ഫോർ അസ്, ഫോർ ഷുവർ. And somehow anger is a negative emotion. യാ It is not. It's the most beautiful emotion, I'll say. കാരണം ഇപ്പൊ പറയ്ക്കും മകൻ, I don't know, you have a child, യാ right? മകൻ. Every child primary emotion is going to be anger. വിശന്നാ കരയും, ദേഷ്യം വരും. ഉറക്കം വന്നാൽ ദേഷ്യം വരും. അറിയാതെ ഇമോഷൻ വന്നാൽ ദേഷ്യം അറിയാത്ത വരും. ആൾക്കാരെ കണ്ടാ ദേഷ്യം വരും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? ഷട്ട് ഡൗൺ. ഡു വി സിറ്റ് ഡൗൺ വിത്ത് ആൻഡ് ടെൽ എന്താ പറ്റിയേ? ഇറ്റ് ഇസ് എ പ്രൈമറി ഇൻസ്റ്റിങ് ടു ഗെറ്റ് ആംഗ്രി. അവിടെയാണ് സപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നൗ ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് മൈൻഡ് ബോഡി കണക്ഷൻ ഹിയർ, വിൽ കം ബാക്ക് ടു സ്റ്റക്നെസ് ഹിയർ. ഇപ്പം ഫറയ്ക്ക് പെട്ടെന്ന് ഇവിടെ ഒരാൾ കയറി വന്നു. We are doing an interview. It's a very professional setup. Would you be okay with it? നോ. Will you be chill like this? അല്ല. ഇല്ല, എനിക്കൊരു പെട്ടെന്ന് ദേഷ്യം വരും, ഇൻസെക്യൂരിറ്റി വരും, ഒക്കെ വരും. അത് വരുമ്പോൾ തോട്ടിൽ മാത്രമാണോ വരുന്നത്? അല്ലായിരിക്കും, അത് ബോഡിയിലെ അതെ, ബോഡിയിൽ ഫീൽ ചെയ്യും. ചിലപ്പോൾ നമ്മൾ എണീറ്റിലേക്കും, നമ്മുടെ ബ്രീത്തിങ് ക്വിക്കായിരിക്കും മാറും ചിലപ്പോൾ നമ്മള്. അല്ലേ? അപ്പോൾ ഒരു തോട്ട് ഇസ് ക്രിയേറ്റിംഗ് സോ മെനി ഇമോഷൻസ് ഇൻ യുവർ ബോഡി. ജസ്റ്റ് ദ ഐഡിയ ദാറ്റ് ഹി കെയിം ഇൻ ഹിയർ. യാ ഇമോഷൻ ഇസ് നത്തിങ് ബട്ട് എനർജി. എനർജി അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതെവിടെയാണ് പോണേ? When you are not expressing this anger, where is this going? ഇറ്റ്സ് ഗോയിങ് സംവെയർ ഇൻസൈഡ്. Exactly. It is getting trapped. Again, stuck. So you will find people telling midlife crisis. മുപ്പതുകളിൽ. Because you're done being stuck. You're done being suppressed. അപ്പം എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. ദെൻ അപ്പോഴായിരിക്കും ഒരു ഡിവോഴ്സ് സംഭവിക്കുക, അപ്പോഴായിരിക്കും ബിസിനസ്സിൽ ഒരു ലോസ് സംഭവിക്കുക, അപ്പോഴായിരിക്കും ഒരു കുട്ടിയുടെ ജനനം, മരണം. ഓൾ ഓഫ് ദിസ് വിൽ chaos will be. Only idea coming back to you stuck is a very good emotion. You're very lucky if you're stuck. Because that's the only way you'll sit down. അപ്പം മാത്രമേ നമ്മൾ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ റെഡി ആവൂ. So change your perception. Everything, anything that is going around me is teaching me something about me. ബാക്കിയെ കുറിച്ചല്ല പറയുന്നത്, എൻ്റെ അമ്മാനച്ഛനെ കുറിച്ചോ എൻ്റെ അമ്മായിമ്മേനെ കുറിച്ചോ അല്ല അവർ ഞാൻ സ്റ്റക്ക് ആവുമ്പോൾ പറയുന്നത്. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് മീ. വൈ ആം ഐ ഇൻ ദിസ് പൊസിഷൻ? Why am I taking roles which I'm not supposed to? Why do always come into me in between people and get stuck? So anything and everything that happens to is telling something about you. ചെറുപ്പം മുതൽ അച്ഛനും അമ്മയാണെങ്കിലും കുട്ടികളായാലും ഒരു ഇമോഷൻ ബൗണ്ടറിയും ഇല്ല.
ഒരു കണ്ടീഷൻസും ഇല്ല. ഐ വാസ് ടേക്കിംഗ് സംബഡീസ് ഗാർബേജ്, സംബഡി വാസ് ടേക്കിംഗ് സംബഡീസ് ഗാർബേജ്, ഐ ഹാവ് സീൻ മൈ പേരൻസ് ടേക്കിംഗ് ദെയർ ഗാർബേജ്, ഐ എം ഫോളോയിങ് ഇറ്റ്. എന്നെ കൃത്യമായിട്ട് ദേഷ്യം ഇങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഐ വർക്ക് വിത്ത് പീപ്പിൾ ഞാൻ അവരോട് ചോദിക്കും ദേഷ്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഫീൽ ചെയ്യുക? ദേഷ്യം. അപ്പം എന്താ ഫീൽ ചെയ്യുക? ദേഷ്യം. ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇറിറ്റേഷനാണ്, ഫ്രസ്ട്രേഷനാണ്, ഹെൽപ്ലെസ്നെസ് ആണ്. ഈ വൊക്കാബുലറിയേ നമുക്കില്ല. ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. എനിക്ക് ഭയങ്കര ലവ് ഫീൽ ചെയ്യും. എന്താ ലവ് ഈസ് ഓൾസോ ഹഗ്, ലവ് ഈസ് ഓൾസോ എക്സൈറ്റ്മെൻറ്റ്, ലവ് ഈസ് ഓൾസോ ലൈക്ക് സ്മൈലിങ്. ഇതൊന്നും ഈ വൊക്കാബുലറിയേ നമുക്കില്ല. ബിക്കോസ് വി ഡോണ്ട് ടോക്ക് മോർ അബൌട്ട് ഇറ്റ്. ബട്ട് വിൽ ബി വെരി ഗുഡ് അബൌട്ട് ടെലിങ് അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു. ഓക്കെ അവരങ്ങനെ ചെയ്തു, വാട്ട് ഹാപ്പൻ ടു യു? നിനക്കെന്താ തോന്നിയേ? അപ്പം ഞാൻ സ്റ്റക്കാ. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ് ഹിയർ, സ്റ്റക്ക് ഈസ് എ ബ്യൂട്ടിഫുൾ ഇമോഷൻ. എംബ്രേസ് ചെയ്യാൻ പഠിക്കുക. ദ മൊമെൻറ്റ് ഐ എം സ്റ്റക്ക് എന്നോട് എൻ്റെ കോൺഷ്യസ്നസ് പറയുന്നത് സിറ്റ് ഡൗൺ ആൻഡ് സീ വൈ ആം ഐ സ്റ്റക്ക്, വേർ ആം ഐ സ്റ്റക്ക്. സ്റ്റോപ്പ് തിങ്കിങ് വൈ ബാക്കിയുള്ളൊരു കാരണമാണോ അങ്ങനെ. സ്റ്റോപ്പ് ബ്ലെയിമിങ് അതേഴ്സ്, ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി. That's how you deal every emotion. You're feeling guilty about something you did, something you spoke. Take 100% responsibility and say, I'm sorry. Is there any way എനിക്കിത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമോ? കോമ്പൻസേഷനും ചെയ്യുക. നൗ അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അവർ നമ്മളെ ഫൊർഗീവ് ചെയ്യാൻ റെഡിയാണോ നമുക്കറിയില്ല. അപ്പോഴാണ് യൂസ് ചെയ്ത ഇമോഷണൽ ഇൻ്റലിജൻസ് സ്റ്റൈൽ. ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ പറയും ഇറ്റ് ഇസ് ഓക്കെ റോസ്മിൻ, നീ ചെയ്യാറത് ചെയ്തു. അവർക്ക് സമയം കൊടുക്കാം. ദാറ്റ്സ് ഹൗ യു ഡീൽ ഗിൽറ്റ്. നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അത് നമ്മളിങ്ങനെ ആലോചിക്കും, ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അപ്പം നാളെ ഞാൻ എക്സ്ട്രാ ചായ ഉണ്ടാക്കി കൊടുക്കാം. പ്ലീസിങ്. ദാറ്റ്സ് ഹൗ യു ഗെറ്റ് സ്റ്റക്ക്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അമ്മായിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഫ്രണ്ടിനോട് അങ്ങനെ പറയാം. ബോസ് വുഡ് ഹാവ് തോട്ട് സംതിങ്. ഒരു കാര്യം ചെയ്യാം, ഐ വിൽ ഓവർ വർക്ക്. സ്റ്റക്ക്. റാദർ ഞാൻ അറിയാണ്ടാ ചെയ്തേ. ഇന്നത്തെ റോസ്മിനാണെങ്കിൽ അത് ചെയ്യില്ല. അന്നത്തെ റോസ്മിൻ അറിയാണ്ട് അത് ചെയ്തു, അല്ലെങ്കിൽ അറിഞ്ഞു ചെയ്തു. ഐ വാസ് ആംഗ്രി ആൻഡ് ഐ ഡിഡ് ഇറ്റ്. ഗോ ഔട്ട് ദെയർ ആൻഡ് ടെൽ ഐ എം സോറി, ഐ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ബട്ട് യു വിൽ ലൈക്ക് നോ. But I'm taking responsibility. That's the only thing you can do and forget about it. This is something എല്ലാ പേരൻസും കുട്ടികൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ പറ്റി, കുട്ടികൾ ഇങ്ങനെ ഓവർ പ്ലീസ് ചെയ്യും, ഓവർ വർക്ക് ചെയ്യും, ഓവർ ഫങ്ഷൻ ചെയ്യും. ഇങ്ങനെ സർവൈവൽ പാറ്റേണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതെന്താ സംഭവിച്ചിട്ടുണ്ടാവും, ചെറുപ്പത്തിൽ അറിയാണ്ട് ഒരു ഗ്ലാസ് ടേബിളിൽ നിന്ന് വീണുണ്ടാവും, പൊട്ടി. ഒരു ഇമോഷണലി റെഗുലേറ്റഡ് ആയ പേരൻ്റ് ആണെങ്കിൽ എന്താ ചേച്ചി ചീത്ത പറയില്ല. That happened. എന്ത് പറ്റി? കൈ ജസ്റ്റ് ബി കെയർഫുൾ. അങ്ങനെയാണോ നമ്മൾ ആ കുട്ടീനെ ഡീൽ ചെയ്യുന്നത്? അല്ലല്ല, ഞാനും നല്ല ചീത്ത പറയാം. നല്ല ചീത്ത പറയില്ല. കയ്യിൽ എണ്ണില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എന്തോരം കാശ് പോയി, ഓൾ ഓഫ് ദ ഗിൽറ്റിൻ്റെ കളി. പിന്നെ ആ കുട്ടി ഗ്ലാസ് എടുക്കുമ്പോൾ അറിയാണ്ട് പോലും മറിക്കും. ബട്ടർ ഫിംഗേഴ്സ് ആയില്ലേ, പിന്നെ ജീവിതകാലം മുഴുവൻ അത് സ്റ്റേസ് വിത്ത് യു. ഇത് കുഞ്ഞു കുഞ്ഞു അക്യുമുലേഷൻസാണ്. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, എങ്ങനെ ഗിൽറ്റ് ഡീൽ ചെയ്യേണ്ടത്? അറിയാണ്ട് ചെയ്തു, അറിഞ്ഞു ചെയ്തു, ഓക്കെ സോറി പറയാ, Take responsibility. Take 100% responsibility and let Forgive ourselves. Exactly. Forgive yourself. Overthinking tendency കാണും. എന്നാലും ഞാൻ ടെൽ യുവർ ഇറ്റ് ഈസ് ഓക്കെ. അന്നത്തെ റോസ്മിനാണെങ്കിൽ ചെയ്യില്ല, ഇന്നത്തെ റോസ്മിനാണെങ്കിൽ അന്നത്തെ റോസ്മിനാണ് ചെയ്തത്, ഇന്നത്തെ റോസ്മിൻ ചെയ്യില്ല. ഡൺ. ലെറ്റ് ദ തോട്ട് ഗോ. പിന്നെയും എനിക്ക് ഇൻഡൽജ് ചെയ്യാൻ അവിടെ താല്പര്യമുണ്ട്. ഐ എം സ്റ്റിൽ ഓവർ തിങ്കിങ്. ടെൽ യുവർ സെൽഫ് യു ആർ ട്രൈങ് ടു ബി എ വിക്ടിം. ഡോണ്ട് ബി എ വിക്ടിം. അതായത് ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഹിപ്നോതെറാപ്പി ഈ ഇൻഫർമേഷൻ, അതായത് റിഗ്രഷൻ പോയിന്റിലേക്ക് കൊണ്ടുപോയിട്ട് ബിലീഫ് സിസ്റ്റം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് അറിയാൻ ഹെൽപ്ഫുൾ ആയ പോലെ തോന്നി. ഇതിനെ ഫിക്സ് ചെയ്യാനും നമുക്ക് ഹിപ്നോതെറാപ്പിനെ യൂസ് ചെയ്യാൻ പറ്റുമോ? ആസ് എൻ ഉണ്ടായ ആ ഫയലൊന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. വി ഡോണ്ട് ടോക്ക് ഇനഫ് അബൌട്ട് ഇമോഷൻസ്. നമ്മൾ ബാക്കിയുള്ളവരെ കുറിച്ച് ജനതയാണ് നമ്മൾ. അതെ, പക്ഷെ ബാക്കിയുള്ളവരുടെ ഇമോഷനെ കുറിച്ച് സംസാരിക്കാനും ഇതിലൂടെ കടന്നു പോകുന്നത് അറിയാനും ഭയങ്കര വ്യഗ്രതയുള്ളൊരു സമൂഹമാണ്. പക്ഷെ ഞാൻ എന്തിക്കൂടെ കടന്നു പോകുന്നത് ചിന്തിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു സമൂഹം കൂടിയാണ്. പക്ഷെ ദിസ് ഇസ് ചേഞ്ചിങ് കേട്ടോ. അപ്പം ഹിപ്നോതെറപ്പി എന്ന് പറയുന്ന മൊഡാലിറ്റി കുറച്ച് ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർക്കാണ് എളുപ്പമാവുക. ഓക്കെ.
ആൻഡ് യു ഹാവ് ടു ബി സജസ്റ്റബിൾ, അങ്ങനെയുണ്ട് അല്ലേ? എക്സാക്ട് അല്ലാതെ ഇങ്ങനെ മുറുക്കി പിടിച്ച് നിൽക്കുന്നവർക്ക് പറ്റില്ല. യു ഹാവ് ടു ലെറ്റ് ഗോ അങ്ങനത്തെ. അങ്ങനത്തെ ആൾക്കാർ തെറപ്പി അന്വേഷിച്ച് വരൂല്ല. ഓക്കെ. ബിക്കോസ് അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉത്തരം കിട്ടുന്ന ആൾക്കാർ ഇങ്ങനത്തെ തെറപ്പി ചൂസ് ചെയ്യാറുമില്ല. ഫസ്റ്റ് 2 സെഷൻസ് അപ്പം തന്നെ പോവുകയും ചെയ്യും. ഓക്കെ. ബിക്കോസ് നമ്മൾ പല തോട്ട് പ്രോസസ്സിനെ മാത്രമല്ല അവരെ ജീവിച്ച് വളർന്ന പ്രിൻസിപ്പിൾസിനെയും ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പോൾ സാധാരണ ഒരു കുടുംബത്തിൽ ഏതെങ്കിലും പേരൻറ്റിനോട് ഇഷ്ടം കൂടുന്ന ഏതെങ്കിലും കുട്ടി ഇല്ലാതിരിക്കുന്നുണ്ടാവോ? ഇല്ല. അതെ. അപ്പം എത്രയോ നമ്മളെ മെയിൻ സ്ട്രീം മീഡിയയിൽ തന്നെ അമ്മേനെ സ്നേഹിക്കുന്ന മകൻ, അച്ഛൻ്റെ കുഞ്ഞുമോള് എന്നൊക്കെ പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യിച്ചിരിക്കുന്ന സാധനത്തിനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. യു ഡോണ്ട് ഹാവ് ടു ബിക്കം ദാറ്റ് എന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആൾക്കാർ സമ്മതിക്കുമോ? ഇല്ല. അവിടെ റിജിഡിറ്റി. ഞാൻ പറയുന്ന ഒരു മനുഷ്യന് ബേസിക് ഇൻ്റലിജൻസിൻ്റെ ആവശ്യമില്ല തെരപ്പെടുക്കാൻ. ഇൻ്റലിജൻസ് അല്ല അതിൻ്റെ ബേസിക് ഓപ്പൺനെസ് ആണ്. അതായത് ആ തിരിച്ചറിവ്. ഇത്രയും ഞാൻ 30 വർഷം അല്ലെങ്കിൽ 40 വർഷം കൊണ്ട് എൻ്റെ ബിലീഫ് സിസ്റ്റവും വാല്യൂസും വെച്ച് ജീവിച്ചിട്ട് എനിക്ക് ഗുണമില്ല എന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്പൺനെസ്. അല്ലെങ്കിൽ മാറ്റം ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഓപ്പൺനെസ്. അങ്ങനത്തെ എല്ലാവർക്കും. അപ്പോൾ അവിടെ ഇൻ്റലിജൻസ് ആവശ്യമല്ല. ദാറ്റ് എന്നെ പഠിപ്പിച്ചു തന്ന ബിലീഫ് സിസ്റ്റം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ പഠിപ്പിച്ച് തന്നേക്കുന്ന ലോകത്തെ എല്ലാവരും ഞാൻ സഹായിക്കണം. എനിക്ക് 100 രൂപ ഉണ്ടെങ്കിൽ മിനിമം ഞാൻ 55 to 60 സൊസൈറ്റിക്ക് കൊടുക്കണം എന്ന് കോർ ബിലീഫ്. അതുകൊണ്ട് അച്ഛൻ ഭയങ്കര പ്രശസ്തി കിട്ടിയൊരു മനുഷ്യനാണെങ്കിൽ, പക്ഷെ ഇതേ ആളത് ഫോളോ ചെയ്യുമ്പോൾ ആൾക്ക് പറ്റുന്നില്ലെങ്കിൽ, പക്ഷെ എൻ്റെ അച്ഛൻ അങ്ങനെയാ, ഐ എം ടെല്ലിങ് ഹിം ടു ഗോ അഗെയിൻസ്റ്റ് ഹിസ് ഫാദർ. അവിടെ ആ കുട്ടിക്ക് എൻ്റെ അച്ഛൻ വേറെ ആളാണെന്നും ഞാൻ വേറെ ആളാണെന്നും സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി വെക്കുന്നത് ഈഗോ അല്ല എന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരാൾക്ക് തെറപ്പി പറ്റില്ല. അപ്പോൾ അവർ വെറുതെ കൗൺസിലിംഗ് സെഷൻസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ കേട്ടുകൊണ്ടിരിക്കും. At one point, what happens, even talk therapy is beautiful. Why, മിണ്ടാണ്ടിരുന്ന് കേൾക്കുമ്പോൾ ഇവർ പറയുന്ന തന്നെ എക്കോ ഇരുന്ന് കേൾക്കും. അപ്പം അവർക്കെന്നെ തോന്നും, പറയുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, കാരണം ഞാൻ മിണ്ടുന്നില്ലല്ലോ. ഐ വിൽ മേക്ക് ദം ലിസൺ. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്, ഹിപ്നോതെറപ്പി എത്തുന്നേക്കാൾ മുമ്പ് കോഗ്നേറ്റീവ് ടോക്ക് തെറപ്പി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പം CBT പോലത്തെ പല മൊഡാലിറ്റിയും വർക്ക് ചെയ്യുന്ന എന്തിനാ? ടു ചാലഞ്ച് ദീസ് തോട്ട്സ്. ആ അവയർനെസ്സിൽ വന്ന ഒരാൾക്ക് ഹിപ്നോതെറപ്പി ഈസി. ഇനി ഹൗ ഡസ് കോച്ചിങ് കംസ് ഇൻ ടു പിക്ചർ? ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, നിറം കുറവ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇപ്പോൾ കുട്ടിക്ക് അവയർനെസ് ഉണ്ട്, ഇത് കാരണമാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ സ്റ്റക്കാവുന്നത്. പക്ഷെ എൻ്റെ ബിഹേവിയർ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. 30 കൊല്ലത്തിൻ്റെ ബിലീഫ് സിസ്റ്റം, 30 കൊല്ലം ഇൻറ്റു 365 ഡേയ്സിൻ്റെ അക്യുമുലേഷൻ ഓഫ് ഇമോഷനാണ്. അതിന് ഞാൻ കോച്ച് ചെയ്യണം. അപ്പോൾ അവർക്ക് പുതിയ ന്യൂറൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നവരെ ഞാൻ അവർക്ക് ഒരു ഡിപ്പെൻഡൻറ്റ് അഡൾട്ടായിട്ടിരിക്കണം വിത്ത് ബൗണ്ടറീസ്. സോ ലൈക്ക് ഫോർ എക്സാമ്പിൾ, കുറേ കുട്ടികൾ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ടല്ലേ, ഇപ്പോഴത്തെ എക്സ്പോഷറും ഒട്ടുമിക്ക പേരൻസും ഭയങ്കര ലിബറലാണല്ലേ. അപ്പോൾ അറിയാണ്ട് അവരൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ റിലീജിയസ് ആയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടിക്ക് എക്സ്ട്രീം ഷെയിം ഉണ്ട്. അപ്പം ഞാൻ പറയും, അപ്പം അവരുടെ പേരൻസിൽ നിന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാനും പറ്റില്ല ദാറ്റ് ഇറ്റ് ഈസ് ഓക്കെ എന്നുള്ളതല്ലേ. ബട്ട് ഐ വിൽ ബിക്കം ദാറ്റ്. കഴിഞ്ഞു ഇറ്റ് ഹാപ്പൻഡ്. താൻ അറിഞ്ഞല്ല ചെയ്തത്. ഇറ്റ് വാസ് ബിക്കോസ് വൺ ഓഫ് യുവർ പാസീവ് അഗ്രഷൻ ടുവേർഡ്സ് യുവർ പേരൻറ്റ്. ഇനി ചെയ്യാതിരിക്കാം. പക്ഷെ സാരമില്ല എന്ന് പറയാൻ ഐ ഹാവ് ടു ബി ദർ ആസ് എ ലൈഫ് കോച്ച്. ചിലപ്പോൾ ആരും കൂട്ടർ സാരമില്ല എന്ന് പറയും. അപ്പോൾ ആ ഒരു സപ്പോർട്ടിങ് പീരീഡ് ഓഫ് ടൈമിൽ കോച്ചിങ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് തെറപ്പി കഴിഞ്ഞ് വിടുമ്പോൾ അവർ അബാൻഡൻഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഒത്തിരി പേര് കുറേ ഷെയിമും ഗിൽറ്റും, ലൈക്ക് ഒരു ഇൻസിഡൻ്റ് ഓർമ്മ വരുന്നത്, ഒരു കുട്ടിയുടെ ഫാദർ മരിച്ചപ്പോൾ ലാസ്റ്റ് നിമിഷത്തിൽ ആ കുട്ടിക്ക് എത്താൻ സാധിച്ചില്ല. പക്ഷെ അത് ഭയങ്കര ഗിൽറ്റാ കുട്ടിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, ഇറ്റ് ഈസ് ഓക്കെ. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എന്താ ചെയ്യുക? അച്ഛൻ എന്നെ മനസ്സിലാക്കും. ദാറ്റ്സ് ഇറ്റ്. അച്ഛൻ മരിച്ചുവെങ്കിൽ അച്ഛനുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അച്ഛന് കുഴപ്പമില്ല, അച്ഛന് സാരമുണ്ടായിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ നിമിഷം ആൾ അക്യുമുലേറ്റ് ചെയ്ത ഗിൽറ്റ് മുഴുവൻ കരഞ്ഞു തീർത്തു. അത് ഗ്രീവിങ്
പ്രോസസ്സിനെ സ്റ്റക്കി നിർത്തിക്കുമായിരുന്നു. ആ കുട്ടി ഡിപ്രഷനിലായിരുന്നു. സോ ആരെങ്കിലും പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ ഞങ്ങൾ ആസ് എ തെറപ്പിസ്റ്റ് ബൗണ്ടറി വെച്ചിട്ടാണെങ്കിലും വിൽ ബിക്കം ദാറ്റ് എന്താ പറയുക കുറച്ച് പീരീഡ് ഓഫ് ടൈം ആ പേരൻറ്റ് ദറ്റ് ചൈൽഡ് ദാറ്റ്സ് റീപാരന്റിങ് അല്ലേ? റീപാരന്റിങ് അണ്ടിൽ ദ ഇപ്പം എനിക്ക് 33 വയസ്സുണ്ടെങ്കിലും എനിക്ക് ആ 33 വയസ്സിൻ്റെ പക്വത ഉണ്ടാവണമെന്നില്ല. ബിക്കോസ് പ്രോബബ്ലി എൻ്റെ ലൈഫിൻ്റെ ഓരോ ട്രജക്ടറി കാരണം ഞാൻ ചൈൽഡായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ആ അഡൾട്ട് പ്രസൻസ് വരണമെങ്കിൽ ഞാൻ എൻ്റെ റിയാലിറ്റീനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ എന്തുകൊണ്ടായിരിക്കും അക്സെപ്റ്റ് ചെയ്യാത്ത ചിലപ്പോൾ ഷെയിം ഉണ്ടാവാം, ഗിൽറ്റ് ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, റിസെൻമെൻറ്റ് ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ ദെൻ ഐ ബിക്കം ദ പേരൻറ്റ് ഫോർ ഹർ ഫോർ സം ടൈം. ദെൻ ഐ ഹവ് സീൻ പീപ്പിൾ ഈ അറിവ് വിസ്ഡമാക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് വെൻ ലൈഫ് കോച്ചിങ് ഹെൽപ്സ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ വളരെ സർഫസ് ലെവലിൽ മാത്രം ഹിപ്നോതെറാപ്പി 3 ദിവസത്തെ ക്ലാസ്സൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ മാത്രം അറ്റൻഡ് ചെയ്ത ഒരാളായിരുന്നു. അത് ചെയ്ത സമയത്താണെങ്കിലും ഞാൻ ഒട്ടും സജസ്റ്റബിൾ അല്ല, എന്നെ ഇതിനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന ആളായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പം നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം, നമ്മൾ കുറച്ച് ലൂസൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് ഞാൻ വീണ്ടും ഇതൊക്കെ പിക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു ഏരിയ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് റോസ്മിന് ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ, ഒത്തിരി പേരെ ജീവിതം ടച്ച് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ വെരി മച്ച് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ക്ഷണിച്ചതിന്. ലൈക്ക് നമ്മുടെ ഇനീഷ്യൽ കോൺവെർസേഷൻ ഭയങ്കര സ്പാർക്ക്ഫുള്ളായിരുന്നു. വെരി റീസൺ ഐ സെറ്റ് ഞാൻ ഈ സ്പേസിലേക്ക് വന്നതിൻ്റെ റീസൺ ഞാനും ഇതിൽ കൂടെ കടന്നുപോയ ഒരാളാണ്. ഞാൻ ഒത്തിരി ജഡ്ജ്മെൻറ്റ്സ് വെച്ചിരുന്ന ഒരാളാണ്. പലരെയും പല കാരണത്താൽ ഞാൻ എൻ്റെ പേരൻസിനെ മാത്രമല്ല പലരെയും ജഡ്ജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ റിയലൈസ്ഡ് അവരും മനുഷ്യന്മാർ മാത്രമായിരുന്നു. അവരവരുടെ ബെസ്റ്റാണ് എല്ലാ ദിവസവും ചെയ്തത്. ഈ സ്പേസിൽ നിന്നപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ എവിടേക്കായിരുന്നു സ്റ്റക്ക് അതെന്നൊക്കെ മാറി. So then I realized everybody should get a bit of this. So may this platform ഒത്തിരി പേർക്ക് ആ ഫ്രീഡം ലിബറേഷൻ കിട്ടട്ടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.